വാഗമണിൻ്റെ വിരിമാറിലേക്കൊരു യാത്ര. ഇത്തവണ യാത്രയുടെ പ്രത്യേക ലക്ഷ്യമെന്ന് പറയുന്നത് അനുജൻ ശ്രീ മരതകം മണി, പ്രിയപ്പെട്ട അനുജത്തി ശ്രീമതി KC ലതയുടെ ഭർത്താവ് കൂടിയായ ശ്രീ മരതകം മണിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ വാഗമണ്ണിൽ ഒത്തുകൂടിയത്. വാഗമണ്ണിൽ അധികം ആരും തന്നെ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് ഞങ്ങൾ അതിനായി തിരഞ്ഞെടുത്തത്. പുള്ളിക്കാനം. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ഒത്തുചേർന്ന ഒരിടം, ഒരു പ്രൈവറ്റ് വില്ലയാണ് ഞങ്ങൾ അതിനായി തിരഞ്ഞെടുത്തത്. എല്ലാവരെയും ആ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും 3 കാറുകളിലായിട്ടായിരുന്നു ഞങ്ങൾ യാത്ര തുടർന്നത്. അനുജത്തിയും ഫാമിലിയും ഒരു കാറിൽ, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരു കാറിൽ, അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ കുടുംബാംഗവും ഒരു കാറിൽ. അങ്ങനെ 3 കാറുകളിലായിട്ടായിരുന്നു ഞങ്ങൾ 12 പേർ യാത്ര തിരിച്ചത്. രാവിലെ 10 മണിക്കായിരുന്നു യാത്ര നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂർ ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത്. വെഞ്ഞാറമൂട് റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് കൂടുകയും അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് മൈലപ്ര എന്ന സ്ഥലത്ത്, അടൂരിനടുത്തുള്ള മൈലപ്ര എന്ന സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും അടുത്ത കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ചു. പിന്നീട് സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. വാഗമൺ പുള്ളിക്കാനം എന്ന സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. വഴിയരികിൽ തമാശകളൊക്കെ പറഞ്ഞും, യാത്രകൾക്കിടയിൽ തമാശകളൊക്കെ പറഞ്ഞും, ഇടയ്ക്ക് കാറുകളിൽ നിന്നും അംഗങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറി യാത്രയുടെ സുഖം പകരുവാനായും എല്ലാവരുമായി ഒത്തൊരുമിക്കുവാനുമായിട്ട് സാധിച്ചു. ചെന്നപാടെ എല്ലാവരും പൂളിലേക്കായിരുന്നു എടുത്തു ചാടിയത്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. അവരൊക്കെ കൊച്ചച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയായിരുന്നു. രാത്രിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രീ മണിയുടെ പ്രിയ അനുജൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കായി ഒരിടം കണ്ടെത്തുകയും അവിടെ കേക്കൊക്കെ ഏർപ്പാട് ചെയ്ത് കേക്ക് മുറിക്കുന്ന ഘട്ടം വരെ എത്തി. അതിനുശേഷമായിരുന്നു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും സമ്മാനങ്ങളൊക്കെ നൽകിയതിനു ശേഷം പിന്നീട് ഭക്ഷണമായിരുന്നു. വളരെ ഹെവിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു ക്രമീകരിച്ചിരുന്നത്. പിന്നെ ആ സന്തോഷ നിമിഷങ്ങളായിരുന്നു. എല്ലാവരും ക്യാമ്പ് ഫെയറിൽ ഒത്തുകൂടി ആട്ടവും പാട്ടവും ഒക്കെയായി ആ ഒരു ദിവസം മണിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാക്കി തീർക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കൈതപ്പുറം കേറി നിന്നാടു പെണ്ണേ, തകതാരോ തെയ്താരോ, കൈതമറിയുമ്പോ പെണ്ണിങ്ങു പോരോ, തകതാരോ തെയ്താരോ. കൈതമറിയുമ്പോ പെണ്ണിങ്ങു പോരോ, തകതാരോ തെയ്താരോ. കൈതപ്പുറം കേറി നിന്നാടോ പെണ്ണേ, തകതാരോ തെയ്താരോ. കൈതമറിയുമ്പം പെണ്ണിങ്ങു പോരോ, തകതാരോ തെയ്താരോ, തകതാരോ തെയ്താരോ.
വന്നണഞ്ഞേ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പം പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ തകതാരോ തെയ്താരോ ോ വന്നണഞ്ഞേ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പ പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പം പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ തകതാരോ തെയ്താരോ എന്തോ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പ പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പം പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ തകതാരോ തെയ്താരോ കരുമാടിക്കൊട്ടന്മാർ കിളികളാടും ചെഞ്ചേരിയൊന്നു ചുവന്നേ കരുമാടിക്കുട്ടന്മാർ കിളികളാടും ചെഞ്ചേരിയൊന്നു ചുവന്നേ മാനത്തെ അമ്പിളിക്കൊമ്പനുണർന്നേ പൂനില പഞ്ചമിയാടി ഉലഞ്ഞേ മാനത്തെ അമ്പിളിക്കൊമ്പനുണർന്നേ പൂനില പഞ്ചമിയാടി ഉലഞ്ഞേ അമ്മക്കിടാത്തിയോ വന്നണഞ്ഞേ എന്റെ അമ്മക്കിടാത്തിയോ വന്നണഞ്ഞേ അമ്മക്കിടാത്തിയോ വന്നണഞ്ഞേ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പം പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ തകതാരോ തെയ്താരോ ത്തിയോ വന്നണഞ്ഞേ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പ പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ കൈതപ്പൂരം കേറി നിന്നാടോ പെണ്ണേ തകതാരോ തെയ്താരോ കൈത മാറിയുമ്പം പെണ്ണിങ്ങു പോരോ തകതാരോ തെയ്താരോ തകതാരോ തെയ്താരോ